വികലാംഗനോട് ക്രൂരത. പാലക്കാട് വികലാംഗനായ വയോധികന്റെ പെട്ടിക്കടയിൽ മോഷണം. മണ്ണാർക്കാട് കുമരംപുത്തൂർ പയ്യനടം കാവിലെ തിരുമേനി എന്നയാളുടെ പെട്ടിക്കടയിലായിരുന്നു മോഷണം. കട കുത്തിപ്പൊളിച്ച് പണവും സിഗരറ്റും അടക്കമുള്ളവ കവർന്നു. 10 വർഷമായി കുമരംപുത്തൂർ പഞ്ചായത്ത് നൽകിയ പെട്ടിക്കട നടത്തിയാണ് തിരുമേനിയും കുടുംബവും ജീവിക്കുന്നത്. ഇക്ബാൽ അറക്കൽ കൂടുതൽ വിവരങ്ങൾ നൽകും. ഇക്ബാൽ, അന്നന്നത്തെ തുച്ഛമായ വരുമാനം കൊണ്ട് ജീവിക്കുന്ന സാധാരണക്കാരന്റെ അന്നമാണ് മുട്ടിച്ചിരിക്കുന്നത്. ആരാണ് ഈ പ്രതികൾ? അതോ ഒരുപാട് പേരുണ്ടോ? ഒരു പ്രതിയേ ഉള്ളോ? എന്താണ് പോലീസിന് ലഭ്യമായിട്ടുള്ള സൂചന? ആര്യ, പാലക്കാട് കുമരംപുത്തൂർ പയ്യനടം കാവിന് സമീപത്ത് ഭിന്നശേഷിക്കാരൻ നടത്തുന്ന പെട്ടിക്കടയിലാണ് ഇത്തരത്തിലൊരു മോഷണം നടന്നത്. ഇന്ന് രാവിലെയാണ് ഈ കുമരംപുത്തൂർ സ്വദേശിയായിട്ടുള്ള ഭിന്നശേഷിക്കാരനായിട്ടുള്ള തിരുമേനി എന്ന വ്യാപാരി ഈ പെട്ടിക്കട തുറക്കുന്നതിന് വേണ്ടി കടയിലേക്ക് എത്തിയത്. ഈ സമയത്ത് കടയുടെ പൂട്ടുകൾ പൊളിച്ച നിലയിൽ കാണുകയായിരുന്നു. പെട്ടെന്ന് പരിശോധന നടത്തിയപ്പോഴാണ് കടയുടെ അകത്തുണ്ടായിരുന്ന പണവും അതുപോലെ തന്നെ സിഗരറ്റുകളും മോഷണം പോയതായി കണ്ടെത്തിയത്. പെട്ടെന്ന് തന്നെ നാട്ടുകാരെ വിവരം അറിയിക്കുന്നു. പിന്നാലെ മണ്ണാർക്കാട് പോലീസിലും വിവരം അറിയിച്ചു. മണ്ണാർക്കാട് പോലീസ് സംഭവ സ്ഥലത്തെത്തി പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. കുടുംബം നൽകിയിട്ടുള്ള പരാതിയിൽ ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് സമീപത്തെ CCTV ദൃശ്യങ്ങളെല്ലാം കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം ആരംഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മണ്ണാർക്കാട് പോലീസ് അറിയിച്ചിട്ടുള്ളത്. കുമരംപുത്തൂർ പഞ്ചായത്തിന്റെ സഹായത്തോടു കൂടിയാണ് ഈ ഭിന്നശേഷിക്കാരനായിട്ടുള്ള തിരുമേനി ഈ പെട്ടിക്കട നടത്തിക്കൊണ്ടുപോയിരുന്നത്. അദ്ദേഹത്തിന്റെ കുടുംബത്തിന്റെ ഏക വരുമാന മാർഗം എന്ന് പറയുന്നത് ഈ കടയായിരുന്നു. ആ കടയിൽ കയറിയാണ് ഇത്തരത്തിൽ മോഷ്ടാക്കൾ ഈ പണവും അതുപോലെ തന്നെ സിഗരറ്റുകളും മോഷ്ടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് ഈ സംഭവത്തിലെ പ്രതികളെ പിടികൂടണമെന്നുള്ളതാണ് നാട്ടുകാരും ആവശ്യപ്പെടുന്ന കാര്യം. തീർച്ചയായും സാധാരണക്കാരന്റെ വയറ്റത്തടിച്ച മോഷ്ടാക്കളാണ്. എന്തായാലും എത്രയും വേഗം പിടികൂടേണ്ടത് അത്യാവശ്യമാണ്. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്.